നോക്കാം വിശദമായ വാർത്തകൾ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ ഭിന്നത. ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇന്ന് നടത്തേണ്ട പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിന്മാറി താമരശ്ശേരി രൂപത. അതേസമയം സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കോഴിക്കോട് അതിരൂപത വ്യക്തമാക്കി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നമ്മൾക്കറിയാം 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം BJP നേതാക്കൾ കൂടി ഇടപെട്ടാണ്, സംസ്ഥാനത്തെ BJP നേതാക്കൾ കൂടി ഇടപെട്ടാണ് കന്യാസ്ത്രീകൾക്ക് ഛത്തീസ്ഗഡിൽ ജാമ്യം ലഭിക്കുന്നത്. അതോടുകൂടി പ്രതിഷേധ പരിപാടികൾക്ക് പ്രസക്തി ഇല്ലാതായി. പക്ഷേ ഈ പ്രതിഷേധ പരിപാടിയെ സംബന്ധിച്ച് ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. താമരശ്ശേരി രൂപത സമരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കോഴിക്കോട് അതിരൂപത വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ദിസ്ന. ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വർഗീസ് ചക്കാലക്കലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷെ പിതാവും, അതായത് ബിഷപ്പും ഈ പരിപാടിയിലില്ല. വ്യക്തിപരമായ കാരണങ്ങളാണ് പിതാവ് പങ്കെടുക്കാത്തത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ താമരശ്ശേരി രൂപതയും കോഴിക്കോട് രൂപതയും സംയുക്തമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ച പരിപാടിയായിരുന്നു. എന്നാൽ പിന്നീട് ഈ താമരശ്ശേരി രൂപത ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം ഒന്നും ഇതേ സംബന്ധിച്ച രൂപത നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും അവർ പറയുന്നത് വിശ്വാസികൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാം. ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ പരിപാടി നടത്തുന്നതിന് ഒരു പ്രസക്തി ഇല്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരിപാടി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം പരിപാടി സമാപിക്കാനായിട്ടുണ്ട്. ഇതിൽ വർഗീസ് ചക്കാലക്കലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് താമരശ്ശേരി രൂപത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സഭയിൽ പെട്ട ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും താമരശ്ശേരി രൂപത ഈ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. വിനോദ്, തീർച്ചയായും. അപ്പോൾ കോഴിക്കോട് രൂപത പേരിന് മാത്രം ഒരു പരിപാടി എന്ന് പറയേണ്ടി വരുമല്ലോ. അവിടുത്തെ ബിഷപ്പ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമാണെങ്കിലും ആ പരിപാടിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അത് പേരിനൊരു ചടങ്ങെന്ന് മാത്രമാക്കി പറയേണ്ടി വരില്ലേ ദിസ്ന സുരേഷ്? വിനോദ്, നമുക്ക് അറിയാൻ സാധിച്ചത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ചക്കാലക്കൽ പിതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ താമരശ്ശേരി രൂപത നയം വ്യക്തമാക്കിയ സാഹചര്യത്തിലും കോഴിക്കോട് രൂപത പരിപാടി നടത്തി എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും താമരശ്ശേരി രൂപത വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഈ പ്രതിഷേധത്തിന് പ്രസക്തിയില്ല. ഇത് നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു. അതായത് ഈ ജാമ്യം കിട്ടുന്നതിനും അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിനൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. മലയാളികളായ കന്യാസ്ത്രീകൾക്ക് ഛത്തീസ്ഗഡിൽ ജാമ്യം ലഭിച്ചതോടുകൂടി പ്രതിഷേധ പരിപാടികൾക്ക് പ്രസക്തിയില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി താമരശ്ശേരി രൂപത പ്രതിഷേധ പരിപാടിയിൽ നിന്നോ മാറി നിൽക്കുന്നു. പക്ഷേ കോഴിക്കോട് രൂപത പരിപാടി നടത്തി. പക്ഷേ രൂപത ബിഷപ്പ് ഈ ചടങ്ങിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുത്തില്ല എന്നുള്ള വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് നൽകുന്നത്.